നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. രാജ്യം ഇന്ന് 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഭരണഘടനയെ മൂല്യങ്ങൾ സംരക്ഷിച്ചും മുറുകെ പിടിച്ചും മുന്നോട്ടു പോകണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തിയ മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. മാളയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ 2ാം നിലയിൽ നിന്നും താഴെ വീണ് അതിഥി തൊഴിലാളി ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. വീടിന്റെ മുകളിൽ തട്ടടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇന്ന് രാവിലെ 10:30ഓടെയായിരുന്നു അപകടം. പരിക്കേറ്റ 3 മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചേലക്കരയിൽ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ചേലക്കരയിൽ നിന്ന് പയ്യന്നൂരിലേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വന്ന ഓട്ടോറിക്ഷയിലും റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിലും ഇടിക്കുകയായിരുന്നു. വാഴക്കോട് സംസ്ഥാന പാതയിൽ സൂപ്പിപ്പടി ഭാഗത്ത് രാവിലെ 9 മണിയോടെയാണ് അപകടം. പെരുമ്പാവൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ അതിരപ്പള്ളി പഞ്ചായത്തിൽ പട്ടികവർഗ മേഖല ക്യാമ്പ് സംഘടിപ്പിച്ചു. വനിതാ കമ്മീഷൻ പി സതീദേവിയും അംഗങ്ങളും വാച്ചുമരം, വാഴച്ചൽ ആദിവാസി കോളനികൾ സന്ദർശിച്ച് കുടുംബ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞു. അരൂർമഴി കമ്മ്യൂണിറ്റി ഹാളിൽ ആരംഭിച്ച ദ്വിദിന ശില്പശാല കമ്മീഷൻ അഡ്വക്കേറ്റ് പി സതീദേവി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുവാനുള്ള പ്രവർത്തനങ്ങളാണ് മോദി സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മോദിയുടെ ഒരു ഗ്യാരണ്ടിയും ഇതുവരെ നടപ്പിലായില്ലെന്നും CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ. ഫെബ്രുവരി 16, 17 തീയതികളിൽ മാളയിൽ വെച്ച് നടക്കുന്ന കേരള മഹിളാ സംഘം തൃശൂർ ജില്ലാ ക്യാമ്പിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചാലക്കുടി നഗരസഭ പ്രദേശത്ത് മാലിന്യങ്ങൾ തള്ളുകയോ മിഷനറികളും മറ്റും ഉപേക്ഷിക്കുകയോ ചെയ്താൽ പിഴയടക്കമുള്ള കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭ ചെയർമാൻ എബി ജോർജ് പറഞ്ഞു. നഗരസഭയിലെ എല്ലാ വാർഡുകളും ശുചിത്വമുള്ളതാക്കുവാൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും ചെയർമാൻ പറഞ്ഞു. റിപ്പബ്ലിക് ദിനത്തിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭയിലെ പഴയ ദേശീയപാതയിൽ ആരംഭിച്ചു. ആതുര സേവന രംഗത്ത് 131 വർഷം പിന്നിടുന്ന ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നടപ്പിലാക്കുവാൻ പോകുന്ന 131 കർമ്മ പദ്ധതികളുടെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നടന്നു. ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ നഗരസഭ ചെയർമാൻ എബി ജോർജ് അധ്യക്ഷത വഹിച്ചു. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ സംസ്ഥാന വനിതാ സമ്മേളനവും വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് സ്വീകരണവും ശനിയാഴ്ച ചാലക്കുടിയിൽ നടക്കും. SN ഹാളിൽ രാവിലെ 10-ന് മന്ത്രിക്ക് സ്വീകരണം നൽകും. തുടർന്ന് നടക്കുന്ന വനിതാ സമ്മേളനം വനിതാ കമ്മീഷൻ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി സതീദേവി ഉദ്ഘാടനം ചെയ്യും. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുത്തഞ്ചിറ യൂണിറ്റ് വാർഷികം ആഘോഷിച്ചു. KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി M രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MP സുധാകരൻ അധ്യക്ഷത വഹിച്ചു. AV ഗിരിജ, MA രാജേന്ദ്രൻ, TD ഫ്രാൻസിസ്, VN പ്രീതാംബരൻ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന കാരുണ്യ സ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ആൻഡ്രു ആലപ്പാടൻ ഉദ്ഘാടനം ചെയ്തു. KVVES ജില്ലാ ട്രഷററും മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജോയ് മുത്തേടൻ അധ്യക്ഷത വഹിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സോടെ സമാപിക്കുന്നു. നമസ്കാരം.